ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവ്യേനെയാണ്. അങ്ങനെ നവ്യ ഒരു കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുകയാണല്ലോ. നമ്മുടെ ദേവയാനിയും മാരാർ വക്കീലും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നത് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നയനയുടെ ആ ഒരു സംശയം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നയന ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അതിശയിച്ച് ഇതെന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷെ നയനയ്ക്ക് അറിയാം എന്തൊക്കെയോ സംതിങ് ഉണ്ട്. നമ്മുടെ ദേവയാനി എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ദേവയാനി തന്നെയാണ് നമ്മുടെ മാരാർ വക്കീലിനെ വെച്ചതും നന്ദുവിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ മാരാർ വക്കീലിനെ മുൻനിർത്തി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചത് ദേവയാനി തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ നയനയ്ക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പം നയന അമ്പടി കള്ളി ഓഹോ അപ്പം മറിഞ്ഞു നിന്ന് അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാണല്ലേ, അപ്പം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണല്ലോ എൻ്റെ നന്ദൂട്ടനെ ഇറക്കാൻ വേണ്ടി അമ്മ മാരാർ വക്കീലിനെയൊക്കെ വെച്ചത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് ഏതായാലും ഇത് ഞാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓട്ടോ എടുത്ത് തിരിഞ്ഞു പോവുകയാണ്. ഏതായാലും ഈ സമയത്ത് ആയിക്കോട്ടെ, മാരാർ വക്കീലിന് നല്ലൊരു ഫീസൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫീസൊക്കെ കൊടുത്തിട്ട് ഇനി എന്തിനും ഏതിനും ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരണം. പിന്നെ എൻ്റെ മരുമകളുടെ കാര്യം അറിയാലോ, അവളോട് എനിക്ക് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് പുറത്ത് ആരും അറിയാൻ പാടില്ല, നമ്മൾ മാത്രമേ അറിയാവുള്ളൂ. അങ്കിളിന് അറിയാലോ എൻ്റെ സ്വഭാവം, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നാൾ അവളോട് ഞാൻ തെറ്റ് ചെയ്തതിന് പകരമായിട്ട് അവളെ ഞാൻ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അതിന് പിന്നിലൊരു കാരണം കാണുമല്ലോ, അതിനും കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ ആരോടും പറയുന്നില്ല. ഏതായാലും അവളെ ഞാൻ മറഞ്ഞിരുന്ന് സ്നേഹിക്കുക തന്നെയാണ്. എൻ്റെ മകനേക്കാൾ കൂടുതൽ, എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ, സത്യം പറഞ്ഞാൽ ദൈവത്തിന് സ്ഥാനത്താണ് എനിക്ക് അവളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോകുന്നത്. അപ്പം മാരാർ വക്കീൽ ഓർക്കാണ്, ഇതെന്താണ് ദേവയാനി ഇതുപോലെ സ്നേഹിക്കുന്നത്? ഇത്രയും നാളും തൻ്റെ മരുമകളോട് വെറുപ്പും വിരോധവും ഒക്കെ ആയിരുന്നല്ലോ. പിന്നെ എന്തെങ്കിലും ആട്ടെ, നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പം മാരാർ വക്കീലും അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ അനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അനാമിക ഇത്രയും നാളും അനിയോടും ഇട്ട് കയറിക്കൊണ്ട് ചെല്ലുമായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ അനാമികയോട് പറയാണ്, നിനക്കിപ്പം തൃപ്തി ആയല്ലോ, നീ എന്താ വിചാരിച്ചത്? നന്ദുവിനെ അങ്ങ് സെൻട്രൽ ജയിലിൽ പറഞ്ഞു വിടാമെന്നോ, അഴിയെണ്ണിക്കാന്നോ? ഇതൊക്കെയാണോ നീ വിചാരിച്ചെങ്കിൽ ഇതൊക്കെ തെറ്റിപ്പോയില്ലേ? നീ വെറും എന്താ പറയുക, വെറും നാണം കിട്ടു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അനി അവള് ജയിച്ചിട്ടുണ്ടെങ്കിൽ, അവള് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, അവള് യൂണിഫോം ഇടാൻ പോകുന്നുണ്ടെങ്കിൽ അത് നീ എൻ്റെ അടുത്ത് ഇറക്കണ്ട. അവള് യൂണിഫോം ഇടുവോ, അവൾ SI ആവോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എൻ്റെ മെക്കിട്ട് കയറാൻ വരരുതെന്ന് പറഞ്ഞപ്പോ നിന്റെ മെക്കിട്ട് കയറുക തന്നെ ചെയ്യൂടി. എന്നെ ചൊറിയാൻ വരരുതെന്നാ പറയുന്നത്. എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നിന്നെ ചൊറിഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നീ എന്താ വിചാരിച്ചത്? നിന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്താ വിചാരിച്ചത്? അവളെ അങ്ങ് ജയിലിൽ കയറ്റി കിടത്തി അവളുടെ ആ പോലീസ് യൂണിഫോം എന്ന സ്വപ്നമൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കാന്ന് നീയൊക്കെ വിചാരിച്ചെങ്കിൽ അതൊക്കെ പാടെ തെറ്റിപ്പോയി. ചോണയുള്ള പെൺകുട്ടിയാടി അവള്, ചോണയുള്ള നല്ല ഉശിരുള്ള പെൺകുട്ടികളെ നീ കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? അവളെ നീ കാണടി, അവളൊക്കെയാണ് പെണ്ണ്. ഞാൻ പറയാനി, നീ ഇനി അവളെ കുറിച്ച് എന്നോട് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കും. എനിക്ക് വായി തോന്നുന്നിടത്തോളം ഞാൻ അവളെക്കുറിച്ച് സംസാരിക്കും, പുകഴ്ത്തി സംസാരിക്കും. കാരണം ഞാൻ മാത്രമല്ലടി, ഇന്ന് ഇവിടെയുള്ള എല്ലാവരും അവളെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം സ്വന്തമായിട്ടൊരു വക്കീൽ പോലും ഇല്ലാതെ വാദിച്ച് ജയിച്ച ഒരു നല്ലൊരു പെൺകുട്ടിയാടി അവള്. അവൾക്ക് എന്തുകൊണ്ടും പോലീസ് യൂണിഫോം ചേരൂടി. നീയൊക്കെ എത്ര വിചാരിച്ചാലും അവളുടെ പോലീസ് എന്ന സ്വപ്നം ഒന്ന് തകർത്തെറിയാനായിട്ട് പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്ക് കല്ലി വരികയാണ് കേട്ടോ. അനാമിക ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ജാനകി വന്നിട്ട് എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ, എന്താ അമ്മയുടെ മോന് സന്തോഷമായല്ലോ, അമ്മയുടെ മോനിപ്പം വലിയ ആളായെന്ന് പറഞ്ഞ് നടക്കുക. അവള് ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലോ, അവൾക്ക് ജയിലിൽ നിന്നല്ല സോറി, അവള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയില്ലോ, ജയിലിൽ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അതിന്റെ സന്തോഷമാണ്. മിക്കവാറും അവൻ ഇന്നിവിടെ പായസവും വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാ, അവൻ അങ്ങനെ ആയിപ്പോയി. മോള് സമാധാനപ്പെട്, ഇപ്പോഴുണ്ടല്ലോ അവൾമാരുടെ വലയത്തിലാ അവള്. അതുകൊണ്ടേ അവൾമാര് കളിക്കുന്നത് പോലെ താളത്തിനൊത്ത് തുള്ളുന്നതൊക്കെ അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം നമുക്കും വരും, നോക്കിക്കോ. നമ്മുടെ കോർട്ടിലും ഒരു ദിവസം ബോൾ വരും, അപ്പം നമുക്കും ഗോൾ അടിക്കാൻ പറ്റൂലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന്
ഒരു തീരുമാനം ഇന്ന് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അത് വേറൊന്നുമല്ല, രേവതിക്കും വേണുവിനിട്ട് നല്ല താങ്ങണമെന്ന്. ഏതായാലും ഇവരെന്ത് ചെയ്തു, രാത്രി അവിടെ കയറി പറ്റുകയാണ്. അങ്ങനെ ഇവർക്ക് രാത്രി അവിടെ കയറി പറ്റുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊക്കെ പൊതുവേ ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മുടെ വേണുവിനും രേവതിക്കൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ, ഇനിയിപ്പോൾ ഇവർ വരുന്നൊക്കെ അറിയുന്നു. ഇത്രയും നാളും ഇരുട്ടടിയാണല്ലോ കൊടുത്തത്. നന്ദു ആണെന്ന് അറിയത്തുമില്ലായിരുന്നു അന്നൊരു അടി കൊടുത്തത്. പക്ഷേ നമ്മുടെ നന്ദു ഈ പ്രാവശ്യം നേരിട്ട് ഉശിരോട് കൂടി തന്നെ അങ്ങ് കയറി ചെല്ലുകയാണ്. അപ്പോൾ അതിനു മുമ്പ് കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് പോലീസ് യൂണിഫോം ഒരു വിഷയമല്ല, ഇനിയിപ്പോൾ എൻ്റെ പോലീസ് യൂണിഫോം എന്ന സ്വപ്നം ഇല്ലാതായെങ്കിലും കുഴപ്പമില്ല. കാരണം ഏതായാലും ഇനിയിപ്പോൾ എനിക്ക് ക്യാമ്പിൽ പോകണമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിയണം, അല്ലാതെ എനിക്ക് ക്യാമ്പിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ രണ്ടെണ്ണം അവർക്ക് ചാർത്തിയിട്ട് പോയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ചേച്ചിമാരും ഒക്കെ ഒരുപാട് വിഷമിച്ചു ആ ഒരു സമയത്ത്. അറിയത്തില്ലല്ലോ നിങ്ങൾക്ക് അതിൻ്റെ വേദന എന്താണെന്ന്, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഏതായാലും ഇവക്കിട്ട് തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മകൾക്ക് വേദനയൊന്നും എടുക്കുകയില്ല. ഇവരുടെ മകൾക്ക് ഒരു കൂച്ചലും കാണത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അവർക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. മാതാപിതാക്കളോടോ മറ്റുള്ളവരോ ആരോട് സ്നേഹമില്ല, അവർക്ക് സ്വാർത്ഥതയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിലും ഒന്ന് കൊടുത്തേ പറ്റൂ. ഇവരുടെ അഹങ്കാരം മാറ്റിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുകയാണ്. നേരെ ചെന്ന് വാതിൽ ചാകൂട്ടി പൊളിച്ചകത്ത് കയറി രണ്ടിടയും പഞ്ഞിക്കിടുകയാണ് കേട്ടോ. ഏതായാലും മുഖംമൂടിയൊന്നും വെച്ചല്ല നമ്മുടെ നന്ദു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഹെൽമെറ്റ് മാറ്റിയിട്ട് ഞാൻ നന്ദു ഇനി എന്നോട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുത്താൽ മതി, നിങ്ങൾ ചെന്ന് അഴി എണ്ണി കിടക്കും നിങ്ങൾ. അതുകൊണ്ട് ഈ വിവരം വെളിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് എന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വേണുവിനും രേവതിക്കൊന്നും വെളിയിൽ ഇതൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോകുമല്ലോ. ഏതായാലും രണ്ടിനെയും ശരിക്കും പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നയനി ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ടും ചിരിച്ച് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വീണ്ടും വീണ്ടും മനസ്സിൽ മാരാർവക്കലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പം ഇതൊക്കെ ഓർമ്മ വന്നിട്ട് ഭയങ്കര സന്തോഷം. അപ്പം നമ്മുടെ നയനി എന്ത് ചെയ്തു, നേരെ ദേവയാനിയുടെ അടുത്തേക്ക് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അമ്മ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സോപ്പിട്ട് ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴത്തേക്കും, എന്താണ് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത്, നിന്നോട് ആരാ അടുക്കളയിലേക്ക് കയറി വരാൻ പറഞ്ഞത്? അല്ല അമ്മ എന്താ ഉണ്ടാക്കുന്നത്? ഇത് എനിക്കിഷ്ടമുള്ള ഫുഡാണല്ലോ, നിനക്ക് ഇഷ്ടമുള്ള ഫുഡാണോ ഒന്നും എനിക്കറിയില്ല. ഞാനിതൊക്കെ ഉണ്ടാക്കിയതേ എൻ്റെ മോന് വേണ്ടിയാ, എൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അല്ല ആദർശേട്ടൻ ഈ ഫുഡ് വലിയ ഇഷ്ടമല്ലല്ലോ, ഇത് എനിക്കാണല്ലോ ഈ ഫുഡ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം, ഞാനൊരു ഫുഡ് ഉണ്ടാക്കി, അത് നിനക്ക് വേണ്ടിയൊന്നുമല്ല. പിന്നെ നീ കൂടുതൽ എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട, അങ്ങ് മാറിപ്പോ, അല്ലെങ്കിൽ നീ നിന്റെ റൂമിൽ പോയിരിക്കുക, എനിക്ക് നിന്നെ കാണണ്ട. അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അമ്മ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ, ഞാൻ തന്നെ മതി ഇവിടെയൊക്കെ, ഞാൻ തന്നെ ഇത്രയൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ബാക്കി എനിക്ക് വെച്ചുണ്ടാക്കാൻ പറ്റും, മാറി പോകാനാ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് അടിച്ച് ഓടിക്കുകയാണ് കേട്ടോ. ഏതായാലും നയന മാറി നിന്ന് മനസ്സിൽ വേറെ ഒന്ന് വെച്ചിട്ട് പുറമേ വേറൊന്ന് കാണിക്കുകയാണല്ലേ. ഇതെവിടം വരെ ഈ കളി പോകുന്നു, ഞാനും ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നയനെ മത്സരിക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും നാളെ രാവിലെ വരണം കേട്ടോ. നമ്മൾ കറക്റ്റ് 7:30 ആകുമ്പം നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 2-3 ദിവസമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് പ്രമോ വിശേഷമൊന്നും ഇടാൻ സാധിച്ചിരുന്നില്ല. നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കിടന്നുറങ്ങണം. ഇപ്പം ഉറക്കക്കുറവും ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ വൈകിട്ട് ഇതുവരെ പ്രമോയൊന്നും ഇടാതിരുന്നത്. നോക്കട്ടെ, ഇനി മുതൽ അങ്ങോട്ടേക്ക് നമുക്കിപ്പം ഹെൽത്തൊക്കെ നോർമൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങോട്ടൊന്നും നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും പ്രമോ വിശേഷം ഇടുന്നതായിരിക്കും. ഇന്ന് മുതൽ ഇനി എന്നും അങ്ങോട്ട് ഇടുന്നതായിരിക്കും എന്ന് ഞാൻ വാക്ക് പറയുകയാണ് കേട്ടോ. കാരണം കുറേ ദിവസമായി എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താ ചിന്നു പ്രമോ വിശേഷം ഇടാത്തതെന്നൊക്കെ. അപ്പം നമ്മുടെ ഈ ഒരു വിഷയം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞായിരുന്നു. കുറച്ച് പേരൊക്കെ കേട്ട് കാണുമായിരിക്കും, ഹെൽത്ത് ഇഷ്യൂസൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഏതായാലും ഇനി നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും പ്രമോ വിശേഷമൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പ്രമോ വിശേഷം നമ്മൾ ഇന്ന് വൈകിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും കയറി കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കണ്ടോളൂ, അടിപൊളി വിശേഷമാണ്. അല്ല നമ്മുടെ എക്സ്ട്രാ നമ്മുടെ ഒരു ചാനലിൽ ഗൗതമിൻ്റെയും നന്ദുവിൻ്റെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ആ ചാനലിൻ്റെ പേര് റിയൽ സ്റ്റോറി റിവ്യൂ എന്നാണ്. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആവശ്യമുള്ളവർ പറയുകയാണെങ്കിൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.